الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹ ബഹുമാനമുള്ള വിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചപരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് ആവുന്നത്ര അല്ലാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തി അവൻ്റെ ഇഷ്ടദാസന്മാരായി നിലകൊള്ളാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം സമൂഹം എക്കാലത്തും പ്രാദേശികമായോ ദേശീയമായോ അന്തർദേശീയമായോ ഒക്കെയുള്ള വിവിധങ്ങളായ പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും പ്രയാസങ്ങളെയുമൊക്കെ തരണം ചെയ്തുകൊണ്ടേയിരുന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ നമ്മുടെ ഈമാനും ഇസ്ലാമും നമ്മുടെ ഇസ്സത്തും അതൊക്കെ തന്നെ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് ശക്തിയും തുണയുമായി മാറേണ്ടതുണ്ട് എന്നതാണ്. നമുക്കറിയാം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭരണാധികാരികൾ സ്വേച്ഛാധിപത്യപരമായി ഫലസ്തീനികളെയൊക്കെ ഒഴിപ്പിച്ച് ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗസയെ ഏറ്റെടുക്കുമെന്ന് അഹങ്കാരത്തോടുകൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം അത് നിലവിൽ വരാതെ ഇസ്രായേലുമായി യാതൊരു നയതന്ത്ര ബന്ധവുമില്ല എന്ന് സൗദി അറേബ്യ അവരുടെ നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ച് ഊന്നി വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കളെയൊക്കെ ദേശസാൽക്കരിക്കുന്ന വിധത്തിലുള്ള വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള നിയമങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബം പോറ്റാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന ഇന്ത്യക്കാരായ ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവാസികളായി കഴിയുന്നുണ്ട്. അതിലിപ്പോൾ അമേരിക്ക നൂറുകണക്കിന് ഇന്ത്യക്കാരെ ചങ്ങലകളിൽ ബന്ധിതരാക്കിക്കൊണ്ട് മനുഷ്യത്വത്തിന് പോലും ഒട്ടും നിരക്കാത്ത വിധത്തിലുള്ള ഹീനമായ രീതിയിൽ അവരെ നാടുകടത്തിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഭരണാധികാരികൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു കുലുക്കവുമില്ലാത്ത അവസ്ഥയാണ്. ഇനിയും ചിലപ്പോൾ പ്രാദേശികമായി, ദേശീയമായി, അന്തർദേശീയമായി ഇതുപോലെയും ഇതിനപ്പുറവുമൊക്കെയുള്ള സാഹചര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിലും വരാനിടയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഏത് സാഹചര്യങ്ങൾ വന്നാലും ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മുസ്ലിങ്ങൾക്ക് സാമ്പത്തികമായി അഭിവൃദ്ധിയും സുസ്ഥിതിയും ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ അവരുടെ ജീവിത രീതികളിൽ വന്ന മാറ്റങ്ങൾ കണ്ട് മനംനൊന്ത് പറഞ്ഞിട്ടുണ്ട്. ആർഭാടങ്ങളും ആഡംബരങ്ങളുമൊക്കെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. നമ്മൾ ഒരു ജനവിഭാഗമാണ്, ഇസ്ലാം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് നൽകിയിട്ടുള്ളത്. ഇസ്ലാം അതിൻ്റെ വിശ്വാസപരമായ വിശുദ്ധി, അതിൻ്റെ ആരാധനാകർമ്മങ്ങളിലുള്ള സംശുദ്ധി, അതിൻ്റെ സംസ്കാരങ്ങളിലും ആചാരങ്ങളിലും സ്വഭാവങ്ങളിലും ശീലങ്ങളിലും ശിഷ്ടങ്ങളിലുമുള്ള മഹത്വം. അതുകൊണ്ട് ലോകത്തിനു മുമ്പിൽ ഏത് പ്രത്യയശാസ്ത്രത്തെയും, ഏത് ഇശങ്ങളെയും, ഏത് സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള കഴിവും ശക്തിയും പ്രാപ്തിയും അതിനുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമഹ്മ ബതഗൈനൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്സത്ത് നൽകിയ ഈ ഇസ്ലാം അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു വിശ്വാസം കൊണ്ടോ ആദർശം കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ശീലങ്ങളെ കൊണ്ടോ സമ്പ്രദായങ്ങളെ കൊണ്ടോ നിങ്ങൾ ഇസ്സത്ത് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതല്ലനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിന്ദ്യരാക്കുകയാണ്, അപമാനിക്കുകയാണ്, ഇകഴ്ത്തുകയാണ്, ലോകത്തിനു മുമ്പിൽ നമ്മെ ഇടിച്ചു താഴ്ത്തുകയാണ് ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ട ഒരു പ്രസ്താവനയാണിത്. ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നത് ഏറ്റവും ഉന്നതമായ വിശ്വാസ മൂല്യങ്ങളെയാണ്, അതേപോലെ തന്നെ സംസ്കാരങ്ങളെയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും, ആരാധനകൾ പോലും ആഭാസകരമാക്കുന്ന തിന്മകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ അനുഷ്ഠാനങ്ങളെ മുസ്ലിം സമൂഹം ഇന്ന് ചുമന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ അനുഷ്ഠാനങ്ങളെ എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചതുപോലെയല്ല, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചതുപോലെയല്ല അതിൻ്റെയൊക്കെ രീതികളെന്ന്. ഉദാഹരണം നമുക്കറിയാം, നദ്ർ, നേർച്ച എന്നുള്ളത് ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ഒരു ആരാധനാകർമ്മമാണ്. ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, വൽയൂഫൂ നുദൂറഹും, അവരുടെ നേർച്ചകളെല്ലാം അവർ പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്നാണ് പറയുന്നത്. ആരെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണമെന്നാണ്. നേർച്ച നിർബന്ധമായൊരു കാര്യമല്ല, ഫറളായൊരു കാര്യം നമുക്ക് നേർച്ച നേരാനും പാടില്ല. ഞാൻ 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കാൻ നേർച്ചയാക്കുന്നു എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം അത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നേർച്ചയാക്കേണ്ടത് എന്താണ്? ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ നേർച്ചയാക്കുകയാണെങ്കിൽ നേർച്ചയാകുന്നതോടുകൂടി അത് നിർബന്ധമായി. പിന്നെ അത് നിർവഹിച്ച് വീട്ടേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, വൽയൂഫൂ നുദൂറഹും,
അവരുടെ നേർച്ചകളെയെല്ലാം തന്നെ അവർ പൂർത്തീകരിച്ചു കൊള്ളട്ടെ. വിശ്വാസികളുടെ സ്വഭാവമായി ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. അവർ അവരുടെ നേർച്ചകൾ, അവർ നേർന്നിട്ടുള്ള നേർച്ചകളെ കൃത്യമായി അത് പൂർത്തീകരിച്ച് വിട്ടുന്നവരാണ്. കാരണം എന്താണെന്നോ, വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. തിന്മകൾ വ്യാപകമാകുന്ന ഒരു മരണാനന്തര ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇത്തരം സുഹൃതങ്ങൾ മനുഷ്യരായ ആളുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, വിശ്വാസികൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാ വഫാഅ ലിനദിരിൻ ഫീ മഅസിയത്തിൻ. ദൈവധിക്കാരപരമായ കാര്യങ്ങളിൽ നിങ്ങൾ നേർന്നിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ്, അത് നിങ്ങൾ പൂർത്തീകരിക്കാനും പാടില്ല എന്നാണ്. ജാഹിലിയ കാലത്ത് നേർന്നിരുന്ന ഒരു നേർച്ചയെക്കുറിച്ച് സഹാബി വര്യന്മാരിൽ ഒരാൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് പറയുകയുണ്ടായി, റസൂലേ, ഞാൻ വെയിൽ കൊണ്ട് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഒരു നോമ്പനുഷ്ഠിക്കാൻ നേർന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ മുസ്ലിമാണ്. ജാഹിലിയ കാലത്ത് ഞാൻ നേർന്ന ആ നേർച്ച ഞാൻ പൂർത്തീകരിക്കേണ്ടതുണ്ടോ? റസൂല് പറഞ്ഞു, നീ നോമ്പ് നോറ്റ് പൂർത്തീകരിക്കണം, പക്ഷേ നീ ഒറ്റക്കാലിൽ നിൽക്കേണ്ടതില്ല, നീ വെയിൽ കൊള്ളേണ്ടതുമില്ല എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന് വലാ ഫീമാ ലാ യംലികു ഇബ്നു ആദം, ഒരു മനുഷ്യന് നിർവഹിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ നേർച്ച നേരേണ്ടതില്ല, അതങ്ങനെ നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതില്ല എന്നാണ് നേർച്ചയുടെ കാര്യത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേർച്ചകൾ അള്ളാഹുവിനുള്ള ഇബാദത്താണ്. പൂർവികന്മാരായ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ തൗഹീദിന്റെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അവർ പറഞ്ഞിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ നേർച്ചക്കാരനില്ല എന്നുകൂടി അർത്ഥമുണ്ടതിന് എന്നാണ്. കാരണം കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൊക്കെ ഇന്നും അതൊന്നും അവിടുന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. ബദരീങ്ങളുടെ പേരിലുള്ള, മരിച്ചുപോയ ആളുകളുടെ പേരിലുള്ള നേർച്ചപ്പെട്ടികൾ, ഓമാനൂർ ശുഹദാക്കളുടെ പേരിലുള്ള നേർച്ചപ്പെട്ടികൾ, മമ്പറം തങ്ങളുടെ പേരിലുള്ള നേർച്ചപ്പെട്ടികൾ, ചിലയിടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ പേരിലുള്ള നേർച്ചപ്പെട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പെട്ടികൾ സ്ഥാപിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? എന്താണ് നേർച്ച, എന്തിനാണ് നേർച്ചയെന്നും അത് കൊണ്ട് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും പഠിപ്പിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഇന്ന് നോക്കൂ നിങ്ങൾ, ഒരു ഉമ്മത്ത് ഒരു കാലം വരികയാണെങ്കിൽ പിന്നെ ആ സമയങ്ങളിൽ മുഴുവൻ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള നേർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉമ്മത്തിൻ്റെ സംസ്കാരമായി മാറുകയാണ്. അതവരുടെ ആരാധനയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ ആരാധനാലയങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിലൂടെ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളുടെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ, ഓരോരുത്തരുടെയും പേരിൽ നേർച്ച നേർന്നുകൊണ്ട്, ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട്, സദ്യ ഒരുക്കിക്കൊണ്ട്, അതും മാത്രമല്ല വലിയ വലിയ ആനയും അമ്പാരിയും അതേപോലെയുള്ള ഇസ്ലാം ഒരിക്കലും പൊരുത്തപ്പെടാത്ത വിധത്തിലുള്ള ആചാര വൈകൃതങ്ങളാണ് ഒരു ഇബാദത്തിൻ്റെ പേരിൽ ഇങ്ങനെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൽ ഒരു ഇബാദത്തിലും ആനയുടെ സാന്നിധ്യമില്ല. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന് ആനയുടെ സാന്നിധ്യമില്ലാതെ നേർച്ച എന്ന ഇബാദത്ത് നടത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. വർഷാവർഷങ്ങളിൽ അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. നമ്മുടെയൊക്കെ റോഡുകളുടെ കവലകളിൽ ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നോ, ഈ വർഷം വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം, ഈ വർഷം വാഹനാപകടത്തിൽ പരിക്ക് പറ്റിയവരുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണ് പരസ്യപ്പെടുത്തുന്നത്? ഡ്രൈവ് ചെയ്യുമ്പോൾ, വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അവർക്ക് അതിലൊരു ശ്രദ്ധയുണ്ടാകാൻ വേണ്ടിയാണ്. അതേപോലെ ഈ വർഷം നേർച്ചയിൽ ആന ചവിട്ടി മരിച്ചവരുടെ എണ്ണം, ആനയുടെ പരിക്ക് പറ്റിയ ആളുകളുടെ എണ്ണമൊക്കെ ബോർഡ് സ്ഥാപിക്കേണ്ട വിധത്തിലേക്ക് ഇത്തരം സംഗതികൾ പോവുകയാണ്. ഈ ദീനാണിത്.
ഇത് വിശ്വാസമാണ്, ഇത് അനുഷ്ഠാന കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഇതിൽ ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും പറയാനില്ല. മഹല്ല് ശാക്തീകരണത്തിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹല്ലിലെ വ്യക്തികളെ ശുദ്ധീകരിക്കേണ്ടത്, അവിടെ വിശ്വാസ ശുദ്ധീകരണം, ആദർശത്തിൻ്റെ ശുദ്ധീകരണം, സംസ്കാരങ്ങളിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ശുദ്ധീകരണം നടത്തേണ്ടത് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിലാണ് എന്ന് ശരിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥ വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കൂ, നിങ്ങൾ ദീനിൻ്റെ അടയാളങ്ങളായി ഇസ്ലാം എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ ആ കർമ്മങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിക സംസ്കാരത്തെ മുറുകെ പിടിക്കേണ്ടത് ഒരു മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇസ്ലാമിക സംസ്കാരം എവിടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇനി നോക്കൂ, മുസ്ലിങ്ങളുടെ പിന്നീട് പ്രകടമായിട്ടുള്ള അവരുടെ ദീൻ കാണിച്ചു കൊടുക്കേണ്ട ഒരു രംഗം, നമ്മുടെ അന്തസ്സും നമ്മുടെ ഇസ്സത്തും നമ്മുടെ സംസ്കാരവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു രംഗമാണ് നമ്മുടെ വിവാഹവേദികൾ. ഇന്ന് മുസ്ലിം വിവാഹവേദികൾ എത്ര ആഭാസകരമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിലെ വിവാഹം എത്ര ലളിത മനോഹരമാണ്. വരനും വധുവും വലിയും 2 സാക്ഷികളും മഹറും ഉണ്ടായാൽ ഇസ്ലാമിൽ വിവാഹം നടക്കുകയായി. പിന്നെന്ത് വേണം? നിക്കാഹ്, വിവാഹത്തെ നിങ്ങൾ പരസ്യപ്പെടുത്തണം. ഇന്നിന്ന വ്യക്തികൾ തമ്മിൽ വിവാഹം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അയൽപക്കക്കാരെയും കൂട്ടുകാരെയും ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിളിച്ചുകൂട്ടി ആ സന്ദർഭത്തിൽ അവർക്കൊരു വലീമത്ത് നൽകുക. ഇതാണ് ശരിക്കും ഇസ്ലാമിലെ വിവാഹം. അതുണ്ടായാൽ തന്നെ വിവാഹമായി. ഇന്ന് വിവാഹം ഒരു ഭാരമാണ് എല്ലാവർക്കും. ഒരു പെൺകുട്ടി ഉണ്ടായാൽ കല്യാണം കഴിക്കണമെങ്കിൽ രക്ഷിതാക്കൾക്ക് ഭാരമാണ്. എത്ര പണം ഉണ്ടാക്കണം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇല്ലാത്ത പണം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ കടത്തിന്റെ ഭാരം കൂടി പേറുകയാണ് ഒരു വിവാഹത്തിന്റെ പേരിൽ. എന്തുകൊണ്ട്? ഇസ്ലാം പറഞ്ഞ വിവാഹത്തെ നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർ കാണിക്കുന്ന ആഭാസങ്ങളെയും ആർഭാടങ്ങളെയും ദീനായി നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ? ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ ഫൽയത്തഖില്ലാഹ ഫീമാ ബഖിയ എന്നാണ്. ഒരാൾ വിവാഹിതനാകുന്നതിലൂടെ അയാളുടെ ദീനിന്റെ പകുതിയാണ് പൂർത്തിയാകുന്നത് എന്നാണ്. ബാക്കിയുള്ള കാര്യത്തിൽ അള്ളാഹുവിനെ അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറഞ്ഞാൽ അത് ദീനാണ്, ദീനിന്റെ ഒരു കർമ്മമാണ് എന്ന നിലക്ക് അതിൻ്റെ പവിത്രതയും പരിഭാവനതയും വരെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല. വിവാഹം തുടങ്ങുന്നതിന് മുമ്പായി വിവാഹാലോചന വേണം. വിവാഹാലോചനയിൽ ഇസ്ലാം നിർദ്ദേശ മര്യാദകളും സുന്നത്തുകളുമുണ്ട്. വധുവും വരനും പരസ്പരം അവർ കാണണം. അത് പ്രവാചകൻ നിർദ്ദേശിച്ച ഒരു സുന്നത്തായ കാര്യമാണ്. റസൂല് പറഞ്ഞു, ഇദാ തസവ്വജൽ അബ്ദു, മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു വിവാഹാലോചന നടത്തിയ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്നഹു ഖതബ ഇംറഅതൻ ഫഖാല ലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻദുർ ഇലൈഹ. നബിയെ, ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം ആലോചിക്കുന്നുണ്ട്. റസൂല് പറഞ്ഞു, നീ അവളെ പോയി കാണണം. ഫഇന്നഹു അഹ്റാ അൻ യുഅദിമ ബൈനകുമാ, നിങ്ങൾ തമ്മിൽ കൂട്ടിയിണക്കപ്പെടാൻ ഈ കാഴ്ച ഏറ്റവും അനുയോജ്യകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയാകണം. ഇനി നേർക്ക് നേരെ കണ്ടിട്ടില്ലെങ്കിലും അറിയാതെയും കാണാം. ഇദാ ഖതബ അഹദുകും ഇംറഅതൻ ഫലാ ജുനാഹ അലൈഹി അൻ യൻദുറ ഇലൈഹ വഇൻ കാനത് ലാ തഅലം. ഒരു സ്ത്രീയെ പെണ്ണുകാണൽ തന്നെ ഒരു പണിയാക്കി സ്വീകരിച്ചെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ? അതിലൊക്കെ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ട്, മാനസിക സംഘർഷങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒഴിവാക്കാനാണ് ഇസ്ലാം ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പെൺകുട്ടി അറിയാതെയും ഒരു സ്ത്രീയെ പോയി കാണുന്നതിന് വിരോധമില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ കണ്ടതിന് ശേഷമോ
ഇവിടെ നോക്കൂ, നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നത് തന്നെ വലിയ, അതൊക്കെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ആയിക്കൊണ്ട് അതൊക്കെ നേരത്തെ വലിയ ആളുകളെ ഏറ്റെടുക്കുകയാണ്, ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പെണ്ണ് കാണൽ മുതൽ കല്യാണത്തിന്റെ സൽക്കാലം വരെ ശരിക്ക് പണമുണ്ടെങ്കിൽ നമ്മുടെ ധൂർത്തും ആഡംബരങ്ങളും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള വേദികളായി, പവിത്രമായ ദീനിയായി ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിക്കേണ്ട ഈ വേദികൾ മാറപ്പെടുകയാണെങ്കിൽ എവിടെന്നാണ് ഈ സമൂഹത്തിന് അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ ബർക്കത്ത്, അനുഗ്രഹങ്ങൾ അതിരും എതിരുമില്ലാതെ പെയ്തിറങ്ങേണ്ട വേദിയാണ് ഇത്തരം വേദികളെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഉത്തമ ശിഷ്യഗണങ്ങളിൽ പ്രമുഖരായ പല ആളുകളും നമുക്കറിയാമല്ലോ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. റസൂൽ അറിഞ്ഞിട്ടില്ല സംഗതി. പ്രവാചകന്റെ ഏറ്റവും അടുത്ത സന്തത സഹചാരി, പ്രിയപ്പെട്ട അനുചരനാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ പള്ളിയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹം ഉപയോഗിച്ച പെർഫ്യൂമിന്റെ ഒരു മഞ്ഞക്കറ വസ്ത്രത്തിൽ കാണുന്നത്. എന്നിട്ട് ചോദിച്ചു, എന്താ അബ്ദുറഹ്മാൻ, നിനക്ക് വല്ല വിശേഷവുമുണ്ടോ? പുതിയ പെർഫ്യൂമാണല്ലോ ഉപയോഗിച്ചത് എന്നാണ്. എന്ന് പറഞ്ഞാൽ തൻ്റെ അനുചരന്മാർ ഉപയോഗിക്കുന്ന അത്തറിന്റെ വ്യത്യസ്തമായ സുഗന്ധങ്ങളുടെ വാസന പോലും പ്രവാചകൻ തിരിച്ചറിയുമാറ് വിധത്തിൽ അവരോട് ഇഴങ്ങിച്ച് ജീവിച്ചിരുന്ന, അവരോട് ഇടകലർന്ന് ജീവിച്ചിരുന്ന ഒരു ജനനേതാവായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, എന്താ വിശേഷം ഉണ്ടായത്? അപ്പോഴാണ് പറയുന്നത്, നബിയെ, ഞാനിതാ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. ഇന്നീ തസവ്വജതു ഇംറഅതൻ അലാ വസ്നിൻ വാത്തിൻ മിൻ ദഹബ്, ഒരു കാരക്കക്കരുവിൻ്റെ തൂക്കമുള്ള സ്വർണം കൊടുത്തുകൊണ്ട് ഞാൻ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചതാണ് എന്ന് പറഞ്ഞു. റസൂൽ പ്രാർത്ഥിച്ചു, കാല ബാറക ലക്കല്ലാ, അള്ളാഹു താങ്കൾക്ക് ബർക്കത്ത് ചൊരിയട്ടെ. ഇനി പോരാ, ഔലിം വലോ ബിശാത്തിൻ, ഒരാടിനെ അറുത്തെങ്കിലും വലീമത്ത് കൊടുക്കണം എന്നാണ്. ഇപ്പൊ വലീമത്ത് സദ്യ എപ്പോഴാ കൊടുക്കേണ്ടത്? നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം വിളമ്പേണ്ട സദ്യക്കാണ് വലീമത്ത് സദ്യ എന്ന് പറയുന്നത്. നമ്മളെ പല കല്യാണങ്ങളിലും നേരത്തെ തന്നെ സദ്യകൾ വിളമ്പാൻ തുടങ്ങും. പുതിയാപ്പള വരുന്നത് 11 മണിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. 2 മണിയാകും പുതിയാപ്പള വരാൻ. ഒരു നിഷ്ഠയുമില്ലാതെ, സമയത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ അരങ്ങേറുന്ന ആഭാസങ്ങളായി മുസ്ലിം വിവാഹങ്ങൾ മാറുന്നത് എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റിതര മതസ്ഥർക്ക് ഇസ്ലാമിന്റെ ഇസ്സത്ത്, ഇസ്ലാമിന്റെ പരിഭാവനത, ഇസ്ലാമിന്റെ മഹത്വം എങ്ങനെ ഈ കാര്യത്തിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും? അവരെ കണ്ട് നമ്മൾ പഠിക്കണം. ഞാൻ ക്രിസ്തീയ ദേവാലയത്തിൽ ക്രിസ്ത്യാനികളുടെ വിവാഹത്തിന് പങ്കെടുത്തിട്ടുണ്ട്. ഹൈന്ദവ ദേവാലയത്തിൽ ഹിന്ദുക്കളായ എൻ്റെ സുഹൃത്തുക്കളുടെ വിവാഹത്തിന് പങ്കെടുത്തിട്ടുണ്ട്. വിവാഹത്തിന് അവർ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അണുയിട തെറ്റാതെ കൃത്യമായി അവരുടെ വിവാഹ ചടങ്ങുകൾ നടക്കും. വളരെ നിശബ്ദമായിരിക്കും, ഭക്തിസാന്ദ്രമായിരിക്കും. എല്ലാവരും അവിടെ നടക്കുന്ന ഓരോ കർമ്മങ്ങളും അത് കാണുകയും സാഗൂതം ശ്രദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു കല്യാണക്കുടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു വിവാഹവേദിയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയ ഒരു സമൂഹമാണ് നിങ്ങൾ. നിങ്ങൾക്ക് പ്രാദേശികമായി, ദേശീയമായി, അന്തർദേശീയമായി എന്തെന്തൊക്കെ വിപത്തുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഈമാൻ കൊണ്ട്, നിങ്ങളുടെ ഇസ്ലാം കൊണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാവൽ എവിടെ നിന്ന് നമുക്ക് കിട്ടും സഹോദരങ്ങളെ? ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിക്കൊണ്ടുവരണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. എത്ര പണമാണ് ഇതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സാധാരണ ലളിതമായ ഒരു വിവാഹം പോലും നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഒന്ന്, അതിൽ നിന്ന് എന്തെങ്കിലും തുക മാറ്റിവെച്ചുകൊണ്ട് സഹായിക്കാനുള്ള മനസ്സ് വരാതിരിക്കുകയാണ് നമുക്ക്. 1, 2, 3 കല്യാണങ്ങൾ ഇതൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ എന്തുമാകാമെന്ന അവസ്ഥയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ദുരഭിമാനികളും അതേപോലെ തന്നെ ഇങ്ങനെ അഹങ്കാരം നടിക്കുന്നവരുമായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന്. 2, 3 ദിവസങ്ങളിൽ ഈ വിവാഹാഭാസങ്ങൾ നടത്തിക്കൊണ്ട് എന്തൊക്കെയാണ്
പരസ്യമായി വരനും വധുവും സ്റ്റേജിൽ വന്നുകൊണ്ട് ഫോട്ടോഗ്രാഫർമാർ പറയുന്നത് പോലെ അവർ ചുംബിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം കൈമാറിക്കൊണ്ടൊക്കെയുള്ള ഈ രീതി എവിടുന്നാണ് നമുക്ക് ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുത്താൻ കഴിയുക? ലജ്ജ പോലും നാണിച്ചു പോകുന്ന ഇത്തരം കോപ്രായങ്ങളിലേക്ക് പവിത്രമായ ഈ സംസ്കാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കേണ്ട വേദികൾ മാറുമ്പോൾ അവിടെ നമ്മുടെ ഈമാൻ ശരിക്കും അതിന് പ്രചോദകമായി വരേണ്ടതുണ്ട്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ ദീനിനും അതിൻ്റെ ഒരു സംസ്കാരമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയ, ഇസ്ലാമിൻ്റെ സംസ്കാരം ലജ്ജയാണ്, നാണമാണ് എന്നാണ്. ഇന്നത്തെ ഈ ഉമ്മത്ത്, ഈ സമൂഹത്തിൽ, പൊതുസമൂഹത്തെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത പ്രകടനങ്ങളാണ് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ദീനിന്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ മരണാനന്തര ജീവിത വിജയത്തിന്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ പരലോകത്തിന്റെ പ്രശ്നമാണ്. അവിടെയൊക്കെ നമ്മുടെ ദീനീ നിർദ്ദേശങ്ങൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. അൽ ഹയാഉ മിനൽ ഈമാൻ വൽ ഈമാനു ഫിൽ ജന്ന. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിനാൽ പ്രചോദിതമായ ഒരു വ്യക്തിയിൽ രൂഢമൂലമാകേണ്ട ഒരു സംസ്കാരമാണ്. ആ ലജ്ജയാകുന്ന സംസ്കാരമാണ് ഒരു വിശ്വാസിയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ. ഒരാൾക്ക് ലജ്ജയുണ്ടെങ്കിൽ, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവൾ ലജ്ജാവതിയാണ് എങ്കിൽ, അവൾക്ക് നാണമുള്ളവളാണ് എങ്കിൽ, ഒരു പുരുഷൻ ലജ്ജയുള്ളവനാണ് എങ്കിൽ ഖൈറല്ലാതെ അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമും നമുക്ക് അല്ലാഹു അത് മുഖേന നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇസ്സത്തുൻ വലില്ലാഹിൽ ഇസ്സ വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് ഇസ്സത്തുള്ളത്, അല്ലാഹുവിന്റെ റസൂലിനാണ് ഇസ്സത്തുള്ളത്. അത് മുഖേന വിശ്വാസികൾക്കുമാണ് ഇസ്സത്തുള്ളത്. ഈ ഇസ്സത്ത് നമ്മുടെ വീട്ടിൽ നമുക്കുണ്ടാകണം, വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകണം. ഇസ്സത്തുള്ള ആളാണവൻ എന്ന് നമ്മളെ കുറിച്ച് പറയണം. ഇസ്സത്തുള്ള കുടുംബമാണ് അവന്റെ കുടുംബം. അവന്റെ കല്യാണം കണ്ടില്ലേ? അവന്റെ ആരാധനാനുഷ്ഠാനങ്ങൾ കണ്ടില്ലേ? അവന്റെ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും കണ്ടില്ലേ എന്ന് നമ്മളെ കുറിച്ച് പറയണം. അതാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈമാനിനെയും ഇസ്ലാമിനെയും ജീവിതത്തിൽ ചേർത്തി വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോകുന്ന വീഴ്ചകൾ ഞങ്ങളോട് പൊറുക്കേണമേ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന്, ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസമാണ്, അത് കഴിഞ്ഞാൽ റമളാൻ വരാനിരിക്കുകയാണ്. ശഅബാൻ മാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന് വേണ്ടി ഒരുങ്ങാനുള്ള മാസമായിക്കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. മഹദി ആയിഷ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഉമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരിൻ ഇല്ലാ റമളാൻ. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം പൂർണ്ണമായി നോമ്പനുഷ്ഠിച്ചത് റമളാനിലല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഉമാ റഅയ്തുഹു അക്സറ സിയാമ മിൻഹു ഫി ശഅബാൻ. എന്നാൽ ഏറ്റവും കൂടുതൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പനുഷ്ഠിച്ചിരുന്ന മാസമായിരുന്നു ശഅബാൻ മാസം എന്നാണ് റസൂൽ കരീം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുക. റസൂൽ പറഞ്ഞു, ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ. സൽക്കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങൾ സ്വീകരിക്കുക. ഫഇന്നല്ലാഹ ലാ യമുല്ലു ഹത്താ തമുല്ലു. അള്ളാഹുവിന് ഒരിക്കലും മടുപ്പ് അനുഭവിക്കുകയില്ല. നിങ്ങൾ ഇബാദത്ത് ചെയ്ത് നിങ്ങൾ മടുക്കുക എന്നല്ലാതെ
പടച്ചോൻ ഒരിക്കലും ആ വിഷയത്തിൽ മടുപ്പ് വരികയില്ല എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യകൂനു അലയ്യ സൗമു മിൻ റമളാൻ, എനിക്ക് റമളാൻ മാസത്തിൽ വീട്ടാനുള്ള നോമ്പുകൾ ഉണ്ടാകാറുണ്ട്. ഏതൊരു സ്ത്രീക്കും സ്ത്രീകളായ ആളുകൾക്കും ബഹുഭൂരിപക്ഷത്തിനും ഒരു 5-8 നോമ്പ് റമളാനിൽ ഏതായാലും മിസ്സാകുന്ന അവസ്ഥയുണ്ടാകും. ആയിഷ ബീവിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നു, ഫമാസ്തതിഉ അൻ യഖ്ലിയഹു ഇല്ലാ ഫി ശഅബാന, റമളാൻ മാസത്തിലെ എനിക്ക് വീട്ടാനുള്ള നോമ്പ് പിന്നീട് മാസങ്ങളൊക്കെ കഴിഞ്ഞ് റമളാനിന്റെ തൊട്ട് മുമ്പുള്ള ശഅബാനിലല്ലാതെ എനിക്കത് വീട്ടാൻ കഴിയാറില്ല എന്നാണ്. അങ്ങനെയും ആ നോമ്പിനെ വീട്ടാനുള്ള നോമ്പിനെ പിന്തിപ്പിക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കഴിഞ്ഞ റമളാനിൽ ഏതെങ്കിലും നോമ്പ്, നമുക്കറിയാം യാത്രയോ അതേപോലെയുള്ള എന്തെങ്കിലും ശർഈയായ ഉദ്റുകളോ കാരണമായി നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നോറ്റ് വീട്ടി പൂർത്തിയാക്കാനുള്ള അവസരം കൂടിയാണ് ശഅബാനിൻ്റെ ഈ സന്ദർഭങ്ങളൊന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ശരിക്ക് ശഅബാനിൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇതേപോലെ തന്നെ ബിദ്അത്തായ കുറേ കാര്യങ്ങൾ വീണ്ടും ഈ ശഅബാൻ മാസത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ശഅബാൻ 15-ന്റെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് പല അനാചാരങ്ങളും. അന്ന് നോമ്പനുഷ്ഠിക്കുകയും രാത്രി പ്രത്യേക നമസ്കാരങ്ങൾ നിർവഹിക്കുകയും പ്രത്യേക രീതിയിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം. ശഅബാൻ 15 ബറാത്ത് രാവ് എന്ന് അതിന് പറയുന്നത് തന്നെ. 3 യാസീൻ അന്ന് ഓതും. 1-ാമത്തെ യാസീന് പാപങ്ങൾ പൊറുക്കാൻ, ബറാഅത്ത് എന്ന് പറഞ്ഞാൽ അതാണ് പാപമോചനം. സൂറ തൗബ അതിന്റെ ആരംഭം ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ യാസീൻ ഓതുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ, 1-ാമത്തെ യാസീന് പാപങ്ങൾ പൊറുക്കാനും, 2-ാമത്തെ യാസീന് നമ്മുടെ റിസ്ക്കിൽ വർധനവുണ്ടാകാനും, 3-ാമത്തെ യാസീന് നമ്മുടെ ആയുസ് വർദ്ധിക്കാനും വേണ്ടി ഇങ്ങനെയുള്ള ഈ അനാചാരങ്ങളും റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതോ സഹിയായി വന്നതോ അല്ല. ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ശഅബാൻ 15-ന്റെ അന്നാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് വരെയുള്ള വാദങ്ങൾ അതിനു വേണ്ടി അതിന്റെ പവിത്രതക്ക് അതിന്റെ പുണ്യം കൽപ്പിച്ചുകൊണ്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഖുർആൻ ഇറങ്ങിയത് എന്നാന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഷഹ്റു റമളാനുല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, ഖുർആന്റെ നസ്സായ ഖണ്ഡിതമായ ആയത്താണ്. അല്ലാഹ് പറഞ്ഞതാണ്. റമളാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് എന്ന്. അതേപോലെ തന്നെ അത് ഇറക്കിയ രാവും പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ശഅബാൻ മാസത്തിലാണ്, റമളാൻ മാസത്തിലല്ലേ. അപ്പൊ ഇത് ശഅബാൻ 15-ന് എങ്ങനെ ബറാത്ത് രാവ് എന്ന ഒരു സംഗതി ഇല്ലെന്നും അതിന് പവിത്രതയില്ലെന്നും അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ബിദ്അത്താണെന്നും അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു അനാചാരമാണെന്നും നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടുകാരോ പ്രിയപ്പെട്ടവരോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സത്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله تعالى على خير خلقه محمد وعلى آله وصحبه أجمعين.